ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാൽക്കപ്പ ആയാലോ? അതിനായിട്ട് കപ്പയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതൊരു 3/4 വേവാകുമ്പോൾ ഒരു സ്റ്റെയിനറിലേക്ക് നമുക്ക് മാറ്റാമേ. ഇനി നമുക്ക് പാൽക്കപ്പൊക്കെ വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ജാറിലേക്ക് കുറച്ചുള്ളി, 2-3 വെളുത്തുള്ളി, 2 പച്ചമുളകും ഇട്ട് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി വേവിച്ച് വെച്ച കപ്പയിലേക്ക് 2.5 കപ്പ് 2-ാം പാൽ ഒഴിച്ച് നന്നായി നമുക്ക് വേവിക്കാം. ഒരു തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കണേ. തിള വരുമ്പോൾ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം കപ്പ നന്നായി ഉടച്ചു കൊടുക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് 1-ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ചൂടാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതിട്ട് വഴറ്റാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3-4 വറ്റൽമുളകും ചേർത്ത് ഇളക്കി കപ്പയിലേക്ക് ഒഴിച്ച് കുറച്ചു നേരം നമുക്ക് മൂടി വെക്കാം കേട്ടോ. ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാമേ. പാൽക്കപ്പ റെഡി.